ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. തനി നാടൻ രീതിയിൽ തയ്യാറാക്കിയ ഒരു ചെമ്മീൻ മസാലയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. ഞങ്ങൾ ചെമ്മീനിനെ കൊഞ്ചെന്നാണ് പറയുന്നത്. കൊഞ്ച് വളരെ ഡ്രൈ ആയിട്ടും ടേസ്റ്റി ആയിട്ടും എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഇന്നലെ വാങ്ങിച്ചു കൊണ്ടുവന്ന കൊഞ്ച് ക്ലീൻ ചെയ്ത ശേഷം മാരിനേറ്റ് ചെയ്ത് ഫ്രീസറിൽ വെച്ചിരുന്നതാണിത്. 1 കിലോ കൊഞ്ചാണിത്. അപ്പോൾ ഇതിന്റെ പകുതിയാണ് ഞാൻ ഇന്ന് കറി വെക്കാനായിട്ട് എടുക്കുന്നത്. ബാക്കി കൊഞ്ചങ്ങെടുത്ത് ഫ്രീസറിൽ വെക്കാം. മറ്റൊരു രീതിയിൽ തയ്യാറാക്കുന്ന വീഡിയോ ഞാൻ അടുത്ത ദിവസം ഇടാം കേട്ടോ. അപ്പോൾ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ കൊഞ്ച് ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയെന്ന്. അപ്പോഴത് കാണാത്തവർക്കായിട്ട് വീഡിയോയുടെ ലിങ്ക് താഴെ കൊടുത്തേക്കാം കേട്ടോ. അപ്പോഴും നമുക്ക് ഈ കൊഞ്ച് മസാല ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചെറിയ ഉള്ളി ക്ലീൻ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് വലിയ ഉള്ളിയും കൂടി എടുത്തിട്ടുണ്ട്. വലിയ ഉള്ളി എന്ന് പറഞ്ഞാൽ സവാള ഒരു മീഡിയം സൈസിലാണ് ഉള്ള സവാള ഒരു 4 എണ്ണമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. കൊച്ചുള്ളി സവാളയൊക്കെ ചെറുതായിട്ട് മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇതുപോലെ. ഇനി വേണ്ടത് ഇഞ്ചിയും വെളുത്തുള്ളിയാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയും ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ചെറുതായിട്ടൊന്ന് കൊത്തി അരിഞ്ഞെടുക്കണം. അത് 2 ടേബിൾ സ്പൂൺ അളവിലാണ് ഇഞ്ചിയും വെളുത്തുള്ളിയും കൊത്തി അരിഞ്ഞെടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ ചതച്ചെടുത്താലും മതിയാകും കേട്ടോ. അടുത്തതായിട്ട് ഒരു മൺചട്ടി സ്റ്റവിലേക്ക് വെച്ച് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഏത് ഓയിൽ വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ നാടൻ രീതി തയ്യാറാക്കുന്നതുകൊണ്ട് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ 2 ടേബിൾ സ്പൂൺ അളവിലാണ് ചേർത്ത് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞതങ്ങ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ടൊന്ന് ഇളക്കി മൂപ്പിച്ചെടുക്കണം. തീ ഒരുപാട് കൂടി പോകരുത്, മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ പകുതി വഴന്ന് വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില അങ്ങ് ചേർത്ത് കൊടുക്കാം. ഒരു 2 തണ്ട് കറിവേപ്പില ഉരിയതങ്ങ് ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി മൂപ്പിച്ചെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ മൂത്ത് ചെറുതായിട്ട് കളറൊക്കെ മാറി വരുന്നുണ്ട്. ഇനി നമുക്ക് നേരത്തെ അരിച്ചു വെച്ചിരുന്ന ആ ചെറിയ ഉള്ളി അങ്ങ് ചേർത്ത് കൊടുക്കുക. ചെറിയ ഉള്ളി ചേർത്ത് ചെറുതായിട്ടൊന്ന് ഇളക്കി വഴറ്റിയതിന് ശേഷം നമുക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന സവാള അതങ്ങ് ചേർത്ത് കൊടുക്കാം. സവാള ഇപ്പോൾ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതിയാകും. ഒരുപാടങ്ങ് ഫ്രൈ ആയി വരേണ്ട ആവശ്യമൊന്നുമില്ല. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് കൂട്ടാക്കാനും മറന്നു പോകരുത്. സവാളയൊക്കെ ചെറുതായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കറിപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. മല്ലിപ്പൊടിയും അത്രയും അളവിൽ ചേർത്ത് കൊടുത്താൽ മതിയാവും കേട്ടോ. 1.5 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തു. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നു. കുറച്ച് കുരുമുളക് പൊടിയും കൂടി അങ്ങ് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ അളവിലാണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ഈ പൊടികൾ ചേർത്ത് കൊടുക്കാനായിട്ട്. തീ കൂടിപ്പോയാൽ പൊടികൾ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തീ കുറച്ച് വെച്ചിട്ടാണ് ഞാൻ ഈ പൊടികൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ പച്ചമണം മാറി ഈ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി മൂപ്പിച്ചെടുക്കാം. ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുക. അതിനായിട്ട് ഞാനിതിൻ്റെ സെൻറ്ററിലൊരു ഗ്യാപ്പ് ഉണ്ടാക്കിയിട്ട് തക്കാളി ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. ചെറുതായിട്ട് അരിഞ്ഞ തക്കാളി 2 എണ്ണമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഈ തക്കാളി ഒന്ന് വെന്ത് വരട്ടെ. ഞാൻ ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്തിട്ട് അടച്ച് വെച്ച് തീ മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുക്കണം. ഇനി മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് ഇതൊന്ന് ഒരു 2 മിനിറ്റ് സമയം കുക്ക് ചെയ്തെടുക്കുക. ഈ സമയമായപ്പോഴേക്കും ഫ്രീസറിൽ നിന്ന് നേരത്തെ എടുത്തു വെച്ച കൊഞ്ചൊക്കെ നല്ലതുപോലെ ഐസൊക്കെ മാറി റൂം ടെമ്പറേച്ചറിലായിട്ട് വന്നിട്ടുണ്ട്. 2 മിനിറ്റ് സമയം കഴിയുമ്പോൾ നമുക്ക് ആ തക്കാളി വെന്തിട്ടുണ്ടോ എന്നൊന്ന് തുറന്ന് നോക്കാം. തക്കാളിയൊക്കെ ചെറുതായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. വേവാതെ കിടക്കുന്ന തക്കാളിയൊക്കെ ഇതുപോലെ ഒന്ന് ഞെക്കി ഉടച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് ഈ കൊഞ്ചങ്ങ് ചേർത്ത് കൊടുക്കാം. കൊഞ്ച് ചേർത്ത് കൊടുത്ത ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ ഈ മസാല കൊഞ്ചിൻ്റെ എല്ലാ ഭാഗത്തും പിടിച്ച് കിട്ടുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇതിൽ ഞാൻ പ്രത്യേകിച്ച് വെള്ളമൊന്നും ചേർക്കുന്നില്ല കേട്ടോ. കൊഞ്ച് വെന്ത് വരുമ്പോൾ ഈ കൊഞ്ചിൽ നിന്ന് തന്നെ വെള്ളം ഊറി വരുന്നതായിരിക്കും. അതുകൊണ്ട് പ്രത്യേകിച്ച് വെള്ളമൊന്നും ഞാൻ ചേർക്കുന്നില്ല. ഇനി ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ നേരത്തെ കൊഞ്ചിൽ ഉപ്പ് പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോഴതനുസരിച്ചിട്ട് വേണം ഇപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട്. ഒരുപാട് അങ്ങ് കൂടി പോകണ്ട. ഉപ്പ് ചേർത്ത് കൊടുത്ത ശേഷം ഒന്നും കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഇത് അടച്ച് വെച്ച് നമുക്കിത് വേവിച്ചെടുക്കാം. ഒരു 8 മിനിറ്റ് സമയം വെന്താൽ മതിയാകും. മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. 8 മിനിറ്റ് സമയം കഴിഞ്ഞ് ഞാനിതൊന്ന് തുറന്ന് നോക്കുകയാണ്. ഇപ്പോൾ ചെമ്മീനെല്ലാം നല്ലതുപോലെ വെന്ത് ചാറൊക്കെ കുറുകി ഇതാ വെള്ളമൊക്കെ ഊറി വന്നിട്ടുണ്ട്. ഇതിൽ ഒന്ന് കുഴഞ്ഞ് വെന്ത് കിട്ടിയിട്ടുണ്ട്. കറക്റ്റ് പരുവത്തിന് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. ആ തേങ്ങാപ്പൂള് ചെറുതായി അരിഞ്ഞത് 1/4 കപ്പ് അളവിലാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്.
ഈ തേങ്ങാക്കൊത്തും കൂടി ചേർക്കുമ്പോൾ ഈ കൊഞ്ച് മസാലയ്ക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നതാണ്. തേങ്ങാക്കൊത്ത് ചേർത്ത ശേഷം 1 മിനിറ്റ് സമയം നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഈ തേങ്ങാക്കൊത്ത് ചെറുതായിട്ടൊന്ന് വെന്തോട്ടെ, അതുവരേക്കും ഒന്ന് ഇളക്കി വേവിച്ചെടുക്കാം. സ്റ്റവ് ഓഫ് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ഞാനിതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കുകയാണ്. കുറച്ചധികം മല്ലിയില ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ചോറിൻ്റെയും ചപ്പാത്തിയുടെയും കൂടെ ബെസ്റ്റ് കോമ്പിനേഷനായിട്ട് കഴിക്കാൻ പറ്റിയ ചെമ്മീൻ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ചെമ്മീൻ കിട്ടുമ്പോൾ ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.